ഫോറക്സിൽ XIU USDയുടെ ചാർട്ടിനെ നമ്മൾ അനാലിസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് സ്പോട്ട് ചാർട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ XSUSDയുടെ ചാർട്ടിനകത്ത് നമ്മൾ വീക്കിലി ചാർട്ടിന് DRT ലെവൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. വീക്കിലി ചാർട്ടിൽ നമുക്ക് DRT ലെവൽ കിട്ടിയിരുന്നത് ഇവിടം വരെ കയറിയ മാർക്കറ്റിങ്ങനെ കടന്ന് ഇവിടെ നിന്നൊരു റിജക്ഷൻ എടുത്ത് വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അത് ഫിബ് DRT ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫിബ് DRTയിൽ നമുക്ക് നോക്കുമ്പോൾ പ്രീമിയം ലെവലാണ്, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഡീപ്പ് പ്രീമിയം അല്ല, പ്രീമിയത്തിലാണ് കിടക്കുന്നത്. അപ്പം ഡേയിലെ ചാർട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാം ഡേ ചാർട്ടിൽ എന്താ കാണാൻ കഴിയുന്നത്. ഡേ ചാർട്ടിലാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു പുഷ് ഉണ്ടാക്കിയത് ഇവിടം വരെ എത്തിയ മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് താഴേക്ക് വന്ന് വീണ്ടും മേളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ മേളിലേക്ക് പോയി, ഇവിടെ വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ മേളിലേക്ക് പോയി, താഴേക്ക് വന്ന് ഇവിടെ മേളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്ന് ഇങ്ങനെ കിടക്കും. റേഞ്ച് കിടക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ റേഞ്ചിൽ ഇവിടെ ഒന്ന് റേഞ്ച് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്യാൻഡിൽ ക്ലോസ്, ഈ ക്യാൻഡിലുകൾ കിട്ടിയിട്ടില്ല, ബോഡി ക്ലോസ് കിട്ടിയിട്ടില്ല. ക്യാൻഡിൽ ബോഡി ക്ലോസ് കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു സ്വീപ്പ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഒരു കറക്റ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറയാനും പറ്റത്തില്ല. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതിനകത്ത് എവിടെയെങ്കിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓർഡർ ബ്ലോക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഭാഗങ്ങളൊന്നും നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്നും ഡെയിലും കാണാൻ പറ്റില്ല. ഇനി 4 ഹവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പം 4 ഹവർ ചാർട്ടിലേക്ക് നമുക്ക് ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് 4 ഹവറിൽ ഈ ക്യാൻഡിലിനെ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ഡീപ്പായിട്ട് വീണിട്ടുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കിട്ടിയിട്ടുണ്ട്. 4 ഹവറിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് XIU USD കിട്ടിയിട്ടുണ്ട്. 4 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡൗൺ സൈഡിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. 4 ഹവർ ബോർഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡൗൺ സൈഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റുകളൊക്കെ ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ആണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനെ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് വലിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കണം. അതാണ്ട് ഈ ഒരു ഭാഗത്തിനെല്ലാം സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതിന്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒരു പ്രോപ്പറായിട്ട് 4 ഹവർ OB ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 4 ഹവർ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഫോർ അവർ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതൊരു 4 ഹവർ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. 4 ഹവർ ഓർഡർ ബ്ലോക്ക് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും XSU USD. ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ മാർക്കറ്റ് 4 ഹവറിൽ കിടക്കുന്ന മാർക്കറ്റ് ഇങ്ങനെ കളിച്ച് ഇവിടെ കിടക്കുവാണല്ലോ. ഈ മാർക്കറ്റ് ഇതാ ഇവിടെ എത്തിക്കഴിയുമ്പോൾ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ഓർഡർ ഈ ഒരു 4 ഹവറിൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കിൽ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ചാർട്ടിൽ 18.71 പോയിന്റ് നമുക്ക് SL കിട്ടുന്നുണ്ട്. ഈ SL നമ്മളാണെങ്കിൽ വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 4 ഹവർ OB ചെറുതായിട്ട് ക്രിയേറ്റ് ഉണ്ട്. ഈ OBയുടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഇവിടം വരെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. 132 പോയിന്റ് ആയിരിക്കും ഗോൾഡിൽ നമ്മൾ, അത് ഒരു ദിവസം കൊണ്ടായിരിക്കണമെന്നില്ല, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. 132 പോയിന്റ് ഒന്നും എടുക്കാൻ നിൽക്കത്തില്ല. ഞാനൊരു പറഞ്ഞാണ് മാക്സിമം പ്രോഫിറ്റ് എടുക്കുന്ന കാര്യം അവിടേക്കാണെന്ന് പറഞ്ഞു.
നമ്മൾ 1 അവർ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രോഫിറ്റിന്റെ റേഞ്ച് നമ്മൾ കുറയ്ക്കും. 1 അവറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 അവറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ലോ 0.5 ഉണ്ടാക്കി 122 പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും ടാർഗറ്റിനെ ചെറുതാക്കി. ഇനി ഇവിടെ ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ കിടക്കുന്ന ഈ ലോ ലൈവായിട്ട് നിൽക്കുന്ന മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. സോറി, ഇവിടെ കിടക്കുന്ന മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കയറി ഇവിടെ മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഇങ്ങനെ കയറി പോകുമ്പോൾ സ്വിങ് ഹൈ സ്വിങ് ലോസ് നോക്കി അതിന്റെ സ്വിങ് ലോകളായിരിക്കും ഞാൻ അവിടെ ടാർഗറ്റിനെ ഫിക്സ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ടാർഗറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ലോയെ ഞാൻ ആണെങ്കിൽ 91 പോയിന്റ് ഗോൾഡ് സ്പോട്ടിൽ ടാർഗറ്റ് കിട്ടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഞാൻ ഇവിടെ എത്തുമ്പോൾ മാത്രമേ ഇനി സെല്ല് ചെയ്യത്തുള്ളൂ ഫോറക്സിനകത്ത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് 1 അവർ ചാർട്ടിനകത്ത് അല്ലാതെ നോക്കുകയാണെങ്കിൽ പോലും 1 അവർ ചാർട്ടിനകത്ത് ചെറിയൊരു എൻട്രി ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം കിടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം എന്തോ ലിക്വിഡിറ്റി കിടപ്പുണ്ട്. ലിക്വിഡിറ്റി കിടക്കുന്നതുകൊണ്ട് ഈ ലിക്വിഡിറ്റി ഇവിടുത്തെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാം. അപ്പോൾ അവിടെ ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ 15 മിനിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിലും ചാൻസുകൾ ഒന്നും ഇല്ല വലുതായിട്ട്. അപ്പം ഫോറക്സിൽ 15 മിനിറ്റ്സിലും ചാൻസ് വരില്ല. 1 അവറിൽ അപ്സൈഡിലേക്ക് ചാൻസ് ഉണ്ടോ നമ്മൾ നോക്കാം. 1 അവർ അപ്സൈഡിലേക്കും ചാൻസ് കുറവാണുള്ളത്. കറക്റ്റ് പ്രോപ്പർ ട്രേഡ് എടുക്കുന്നത് ചാൻസ് കുറവുകളാണുള്ളത്. നമുക്കിനി നോക്കാൻ പറ്റുന്നത് റിസ്ക് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിതാ ഈ ഒരു റേഞ്ച് മുകളിലോട്ട് എത്തുന്നത് വെയിറ്റ് ചെയ്യാൻ പാടുള്ളവർക്കാണെങ്കിൽ ഈ റേഞ്ച് വെയിറ്റ് ചെയ്യാൻ പാടുള്ള ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഒരു 1 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും. 1 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാൻ കഴിയും. 1 അവർ ഓർഡർ ബ്ലോക്ക് ഡൗൺ സൈഡിലേക്ക്. അപ്പം അതിന് സപ്പോർട്ടായിട്ട് ഇതാണ്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് 1 അവറിൽ. 1 അവറിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡൗൺ സൈഡിലേക്കുണ്ട്. കൂടാതെയാണെങ്കിൽ ഒരു സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിനെ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇതാ ഇവിടെ കയറി തിരികെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യും. ചെറിയ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോൾഡിന്റെ ചാർട്ടിൽ ഫോറക്സിനകത്ത് ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ എൻക്രോച്ച്മെന്റ് മെത്തേഡ് പകുതി എടുക്കുകയാണെങ്കിൽ 6 പോയിന്റ് ഗോൾഡിൽ ഞാൻ SL കൊടുത്തുകൊണ്ട് അത് റിസ്ക് എടുക്കുവാണ്. 6 പോയിന്റ് പോയാൽ വോട്ട് ചെയ്യുന്നുള്ള എടുത്തുകൊണ്ട് ഞാൻ ടാർഗറ്റിനെ ഇവിടെ ചെയ്യും. 27 പോയിന്റ് പിന്നെ താഴോട്ട് അത് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊള്ളിരിക്കും. ഇവിടെ അവിടുന്നോ അല്ലെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ തൊട്ട് താഴത്തുള്ള ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോ തന്നെ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഇവിടെ ടാർഗറ്റ് 1 ആയിരിക്കും. ഇവിടുത്തെ ടാർഗറ്റ് 2 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ടാർഗറ്റ് 2 0.5 വരെയുള്ള DRT ലെവലിന്റെ 0.5 വരെ ഉള്ളതായിരിക്കും ടാർഗറ്റ് 2 എന്ന് പറയുന്നത്. അതായത് 57-58 പോയിന്റോളം ഫോറക്സിനകത്ത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫോറക്സ് ചാർട്ടിലേക്ക്. താങ്ക് യു.